ആറ്റുമീൻ്റെ രാജാവ് കൂരല് ഏറ്റവും കുറവ ഇന്നാലെ കരിയാപ്പലൊക്കെ വെച്ചിട്ട് ഇങ്ങോട്ട് പൊരിക്കണം സാധനം. എന്നാ സാധനം അറിയോ പോത്തില്ല പാറ്റ പോലെ പിടിച്ചേക്കുക. കറിഞ്ഞോട്ട് പോലും പാറ്റ പോലെ പിടിച്ചേക്കുക. വീഡിയോ എടുക്കാനുള്ള നല്ല അടി അടിക്കുന്നത്. മരം വെച്ച് നമ്മൾ സൈറ്റൊക്കെ റെഡി ആക്കുകയാണ്. ഇതൊക്കെ വലിച്ചു കയറ്റി റബ്ബർ അറ്റോട്ട് വീണ് കിടക്കുകയാണ്. സ്ഥലം വെട്ടി നമ്മൾ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. கை விட்டோன்னே அப்படியே அது துள்ளுறது நம்ம. இதுதான் ஐர மீன். ரொம்ப குட்டியா இருக்கும், சாப்பிடுறதுக்கு ரொம்ப ரொம்ப ருசியான மீன் இந்த ஐர மீன். இதுல முள்ளு இருக்காது, குடல் பிதுக்க தேவையில்லை, அப்படியே சமைக்கலாம். அவ்வளவு ருசியா இருக்கும். இன்னைக்கு இந்த ஐர மீனை செம்மையா சமைக்கிறோம், பயங்கரமா ருசிக்கிறோம். இன்னைக்கு ஒரு புட்டி எல்லாரும் வாங்க. ഹലോ ബച്ചമാരെ, ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് അച്ചൻകൂലാറിലാണ്. നമ്മുടെ മൗസാറുണ്ട് നമ്മുടെ കൂടെ. മൗസാറെ ഒന്ന് കൈ കാണിച്ചു തരും, കായ് കൊടുത്തു തരും. ഓക്കെ, നമ്മളിന്ന് രാവിലെ ബൈറ്റ് കാസ്റ്റിംഗ് ആണ്. നമ്മൾ രോഹു, തുളി അതൊക്കെയാണ് നമ്മുടെ ലക്ഷ്യം. നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ഇന്നത്തെ ചൂണ്ടയ്ക്കുള്ള തീറ്റി നമ്മുടെ മൗസാർ നമ്മളെ പരിചയപ്പെടുത്തും. നമുക്ക് നോക്കാം എന്തൊക്കെ തീറ്റിയാണ് ഇന്നത്തെ ചൂണ്ട ചേർക്കുന്നത്. തീറ്റയ്ക്കകത്ത് ചേർക്കുന്നത് പെല്ലറ്റ് KSൻ്റെ പെല്ലറ്റാണ്. മൈദ, അതുപോലെ മൈദ, അമൃതം പൊടി, പിന്നെ അമൃതം പൊടി നല്ല വളർത്തുമീനെ അടിക്കാൻ നല്ല പറ്റിയ സാധനമാണ്. ഇത് നുറുക്ക് ഗോതമ്പാണ്. അതൊരു മാർദ്ദം വരാൻ വേണ്ടി അല്ലേ? അതിട്ട് കഴിഞ്ഞാൽ മാർദ്ദമല്ല, തരിയായിട്ട് മീൻ തൊടുമ്പോഴേ തരിയായിട്ട് തന്നെ വെള്ളത്തിൽ അരിഞ്ഞ് ഓരോരോ പീസായിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പം തീറ്റി കിടക്കുന്നതിൻ്റെ പരിസരം മൊത്തം ഈ നമ്മൾ ഈ തീറ്റി കിടക്കുന്നിടത്ത് ഇത് പൊഴിഞ്ഞ് വീണുകൊണ്ടിരിക്കണം, എന്നാലേ മീൻ അടിക്കത്തുള്ളൂ. നല്ല കട്ടിക്ക് നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ മീൻ അധികം അടിക്കത്തില്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇടയ്ക്ക് ഇങ്ങനെ പൊഴിഞ്ഞുകൊണ്ടേ ഇരിക്കണം സാധനം അല്ലേ? ഇതിന് നല്ല സ്മെല്ലുള്ള സാധനമാണ്, നാച്ചുറലായിട്ടുള്ള മണം കിട്ടും. അല്ല നമ്മളിതിൻ്റെ അകത്ത് ഇത് എസൻസോ മറ്റു കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല. ആണ് ഈ ഹുക്കിൻ്റെ സൈസ് എത്ര? 16 സൈസാണ്. കാർബൺ ചൂണ്ടയല്ല അല്ലേ? അല്ല, മെറ്റൽ ചൂണ്ട. വളർത്തുമീനെ പിടിക്കാൻ മെറ്റലാന്ന് തോന്നുന്നു. നല്ലതായിട്ട് അടിക്കുന്നവൻ പോത്തില്ലല്ലോ. നമ്മുടെ മൗസാർ നമ്മുടെ തീറ്റി നമ്മുടെ സ്പൈഡർ ഹുക്കിലേക്ക് സെറ്റ് ചെയ്യുകയാണ്. നല്ല പുട്ടിൻ്റെ പരുവത്തിൽ വേണം നമ്മൾ തീറ്റി സെറ്റ് ചെയ്യാൻ. നമ്മളെ ഫസ്റ്റ് കാസ്റ്റ് തുടങ്ങുകയാണ്. ഇന്നത്തെ റിസൾട്ട് എന്തുവാന്ന് പറയാൻ പറ്റത്തില്ല. ഇതാണ് നമ്മുടെ മധുസാറ് നമ്മുടെ ചൂണ്ട കുത്തിയൊക്കെയുള്ള സ്റ്റാൻഡ്. മധുവണം തന്നെ ഡിസൈൻ ചെയ്താണ്. ഉണക്കുള്ള സ്ഥലത്തൊക്കെ നമുക്ക് കമ്പി കൊണ്ട് നല്ല കുത്തി ഉറപ്പിക്കാൻ നല്ല സാധനമാണ്. അല്ല, നമ്മുടെ മധുവണ ഒരു ട്രിക്ക് ചെയ്തിട്ടുണ്ട്. ആ സൗണ്ട് ഒന്ന് കേൾപ്പിച്ചെന്നാ കണ്ടില്ലേ? സ്പീഡിലെ സൗണ്ട് അല്ലേ? ഇതെങ്ങനെയാണോ സെറ്റ് ചെയ്തേക്കുന്നത്? അത് നമ്മുടെ ഒരു പിച്ചളയുടെ ഒരു തകിട് അതിനകത്ത് സെറ്റ് ചെയ്തേക്കുക, സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കും. അതിൻ്റെ അകത്ത് നമ്മുടെ ആ പൽച്ചക്രം ഉണ്ടല്ലോ, അതിൽ മുട്ടി നിൽക്കുന്ന രീതിയിൽ ഗ്രൈൻഡ് ചെയ്തെടുത്ത ഒരു മീൻ പിടിച്ച ശരിക്കും സൗണ്ട് അറിയാൻ പറ്റും. രാത്രി ചൂണ്ടയ്ക്ക് ഏറ്റവും നല്ലതാണ്. ഓക്കെ, നമ്മളിന്ന് 3 ചൂണ്ടയാണോ സെറ്റ് ചെയ്തേക്കുന്നത്.
ആ എന്നോ കുറുവയെന്നോ ഇവിടെ ഏറ്റ കുറുവ. ഇതിനാലെ കരിയാപ്പലൊക്കെ വെച്ചിട്ട് ഇങ്ങോട്ട് പൊരിക്കണം സാധനം. എന്നാ സാധനം അറിയോ പിടിച്ചേട്ടാ. കുറുവായ്ക്ക് വലിയ വഴുക്കല. നമ്മുടെ ജോജു മാഷുണ്ട്, മൗസാറുണ്ട്. അവിടെ കമ്പുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനെ ഇറങ്ങി എടുക്കുന്നതിലാണ്. മീന് ഇവിടെ ഇറങ്ങട്ടല്ല, ഞാൻ ഇറങ്ങട്ടെ ഇവിടെ. ആ ഒത്തിരി ചൂണ്ട പിടിച്ചിട്ടുണ്ടോ? മേലോട് കയറട്ടെ, മേലോട് കയറട്ടെ, മേലോട് കയറട്ടെ. മേളിൽ ഇവിടെ പൊട്ടും, ഇവിടെ പൊട്ടും, ഇവിടെ പൊട്ടും, ഇവിടെ പൊട്ടും. ഇങ്ങോട്ട് ഇറങ്ങണ്ട. ഞാൻ പറയാം. പോത്തില്ല, പാറ്റ പോലെ പിടിച്ചേക്കുക. കാടിഞ്ഞിട്ട് പോരും, കാടിഞ്ഞിട്ട് പോരും. പാറ്റ പോലെ പിടിച്ചേക്കുക. വീഡിയോ എടുക്കാനുള്ള നല്ല അടി അടിക്കുന്നത്. ആ കല്ല് ഇറങ്ങി സൈഡിൽ ഇറങ്ങിയതാണ്. ഇറങ്ങാൻ പറ്റത്തില്ല. കയ്യിൽ കയറുണ്ടോ? കഴിക്കുന്നു. അദ്ദേഹം മറ്റേ പുള്ളിയുടെ ഇത് ഇങ്ങോട്ട് എടുക്കാൻ നോക്കി. ഒരു വല അവിടെ എടുത്തേക്ക് തരാം. ഇനിയിപ്പോ സ്പൈഡറാണ് അടിയിൽ കൂടെ കൈ താഴെ ചളക്കില്. ചളയെ പൂത്തി എടുത്തിരിക്കുകയാണ്. എന്നാ അനങ്ങാതെ കയറ. എങ്ങനെ വേണ്ട, എറിയരുത് നിൽക്കേ. അവിടുന്ന് മേപ്പോട്ട് കയറി മഞ്ഞത് പിടിച്ചടാ. കയ്യെ ചൂണ്ട. ആ അതിസാഹസമയം നമ്മുടെ ജോജി സാർ ഇറങ്ങി. നമ്മുടെ 3 കിലോ സൈസാണ് അടുത്ത് എത്തിയിരിക്കുന്ന കേസ്. മൊത്തം ചള്ളയായി. മൊത്തം ചള്ള കൊണ്ട് അഭിഷേകമാണ് ഇവിടെ. നമ്മുടെ സമതലങ്ങളൊക്കെ കണ്ടില്ലേ? ഇത് നമ്മുടെ രണ്ടാമത്തെ രോഹുവാണ്. ആദ്യം 1 കിലോ സൈസ് കിട്ടി. അത് നമ്മൾ ഷോർട്ട് വീഡിയോ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യം കിട്ടിയവനെ കൊണ്ടാണ് മൗസാർ വരുന്നത്. ആദ്യം കിട്ടിയ 1 കിലോ സൈസ് ചെളിക്കകത്തിട്ട് ഒതുക്കിയില്ലായിരുന്നുണ്ടല്ലോ. ഞാൻ ഇതങ്ങ് വിട്ടുതരാം. ലൂസാക്കി ഇടുമോ? എന്നാൽ അത് ഇറങ്ങണം. അത് ഓക്കെ. ഇക്കോണോ അവിടെ വായി ഇനി വന്നാ എൻ്റെ വലയുണ്ടോ? നമ്മുടെ 3ാമത്തെ സൈസാണ്. 1 കിലോ സൈസാണ്. നമ്മുടെ മസാറിനെ വേറെ അടുത്ത കൂടി അടിച്ചിരിക്കുകയാണ്.
ജോജുവേ മോനെ വലയും കൊണ്ട് ഓടി പോടാം. കണ്ടോ ആ നിരത്തി കേട്ടോ. ഓ പോക്കെ നമ്മുടെ മൗസാറിൻ്റെ 4ാമത്തെ പൊളപ്പൻ രൂപമാണ്. ആ കൂരല കുറുവയായി കൂരലായി. ഇതാണ് ആറ്റുമീൻ്റെ രാജാവ് കൂരല്. ആ കുപ്പിയൊക്കെ അടിച്ച് തെറിപ്പിച്ചു. ഹായ് ജോജു സാർ. ഇങ്ങനെ കയറി പോന്നാ പോരാ. അല്ല കുരുക്കാതെ എടുത്തോണ്ട് പോരാ. നീട്ടിയ മുതലുകളാണ് ഈ കിടക്കുന്നതെല്ലാം. നല്ല തീറ്റ സൂപ്പറാണെന്നാണ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇല്ലാണോ? നല്ല തീറ്റ സൂപ്പറാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്.